ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ തന്നെയാണ്. നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോകുന്നത്. ഇന്ന് പോകുന്നത് ലേഡീസിൻ്റെ ഐറ്റംസ് അല്ല കേട്ടോ. ഇന്ന് ഇവർ ആണുങ്ങൾക്കൊക്കെ എടുക്കാനുള്ളത്. നേരത്തെ വരാൻ സാധ്യതയുണ്ട്. അതെ, വേഗത്തിൽ സെലക്ഷൻ കഴിയും. പെണ്ണുങ്ങൾക്ക് നോക്കാൻ ഒരുപാട് ടൈം എടുക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ. നമുക്കാകെ കൺഫ്യൂഷനാണ്. ഇവർക്ക് അങ്ങനെ അധികം ചിന്തിക്കാനൊന്നും അവർ നിൽക്കില്ല. വേഗത്തിലെടുക്കുക, വേഗത്തിൽ പോരാ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കണം. പിന്നെ അപ്പോൾ അങ്ങനെ ഇവരുടെ ഷോപ്പിംഗ് ചെയ്യണം. പിന്നെ ഇത്തിരി ചെറിയ ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് ലേഡീസ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഏതാണ്ട് ഇന്ന് അവസാനിക്കുമെന്ന് പറയാം. പിന്നെ നമുക്കിനി പോകാൻ വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഈ വീഡിയോ ഒക്കെ എന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. പറ്റുന്ന പോലെയൊക്കെ ഞാൻ വേഗത്തിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. എല്ലാവരുടെയും ആകെ തിരക്കാണ്. സാരി 2 ദിവസം മുമ്പ് വാങ്ങിച്ചിട്ട് സാരി ഫോൾ വെച്ചിട്ട് പോലില്ല. എൻ്റെ കയ്യിൽ ഇവിടെ ഇരിപ്പുണ്ട് സാരി ഫോള്. അപ്പോൾ അത് എനിക്ക് വെക്കണം. ഞാൻ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു സാരി ഫോള്. പിന്നെ ഒരു സൈഡിൽ കൂടെ ബൈബിൾ എഴുത്ത് നടക്കുന്നു. അങ്ങനെ ഒത്തിരി തിരക്ക് പിടിച്ച ദിവസങ്ങൾ. ഭയങ്കര ചൂടാണ്. ചൂടിൻ്റെ കാര്യമൊന്നും പറയണ്ട. വേർത്ത് മുങ്ങി കുളിക്കുന്ന പോലത്തെ ചൂട്. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഒരു ഈവനിങ് ഒക്കെ ആയിട്ടാണ് പുറത്ത് കടയിലേക്കൊക്കെ ഇറങ്ങണം. ഇപ്പോൾ 6 മണി കഴിഞ്ഞ ആ സമയത്ത് നമ്മൾ ഇറങ്ങണം തന്നെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഷോപ്പിങ്ങിന് വരുമ്പോൾ 2 വീലർ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റോട്ടിലൊന്നും വെച്ച് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ ഷോപ്പിലെത്തിയിട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചേട്ടനുള്ള ടീഷർട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന് കൂടുതൽ ഇഷ്ടം നാട്ടിൽ നിന്ന് എടുക്കാനാണ് കേട്ടോ. നാട്ടിലത്തെ സെലക്ഷൻ ആ ടീഷർട്ടിൻ്റെയൊക്കെ കൂടുതൽ നല്ലതെന്ന് പറയും. എന്നാലും ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ അങ്ങനെ ചേട്ടനുള്ള ടീഷർട്ട് നോക്കിയൊക്കെ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ടീഷർട്ടൊക്കെ എടുത്തു. അതിന് ശേഷം പിന്നെ മുകളിൽ വന്നിരിക്കുകയാണ്. അഞ്ജുവിന് വീട്ടിലിടാനായിട്ട് 1-2 ടീഷർട്ട് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അത് നോക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വലിയ ഐഡിയ ഒന്നുമില്ല അഞ്ജു കൂടെ ഇല്ലാത്തതിനെ കൊണ്ട്. എന്നാലും ഒരു ഊഹൊക്കെ വെച്ച് അങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ കിച്ചൺ ഐറ്റംസിൻ്റെ ഒക്കെ ഏരിയയിൽ പോയി നമുക്കിപ്പോൾ അധികം ഐറ്റംസ് ഇപ്പോൾ കിച്ചണിലേക്ക് വാങ്ങിക്കാനില്ല നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വേണ്ടതൊക്കെ നോക്കി വീണ്ടും തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും ടീഷർട്ടൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു പോരണം കേട്ടോ. അപ്പോൾ കുറച്ച് ലേഡീസ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി അവിടെ നിന്ന് വാങ്ങിക്കേണ്ട ഐറ്റമൊക്കെ വാങ്ങി നമ്മളിതാ കടയിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ വാങ്ങിയ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ലേഡീസ് ഐറ്റംസ് മാതിരി അല്ലല്ലോ, ജെൻസ് ഐറ്റംസ് ആവുമ്പോൾ വേഗത്തിൽ നമുക്ക് കണ്ടു കഴിയും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ചേട്ടന് മാത്രം വാങ്ങിച്ചിരിക്കുന്നതല്ല, നമ്മൾ റിലേറ്റീവ്സിനും കൂടെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ തീരുമാനമായിട്ടില്ല ആർക്കേതാന്നൊക്കെ. അപ്പോൾ എന്തായാലും ചെയ്തിരിക്കുന്ന ഷോപ്പിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് ഒരു ടീഷർട്ട്. ഒരെണ്ണം കണ്ടല്ലോ, ഇനി അടുത്തെടുക്കാം. അടുത്തതാ ഇങ്ങനെ ഒരെണ്ണം. ഇതിൻ്റെ ഒന്നും റേറ്റ് ഞാൻ പറയാത്തത് നമുക്ക് കൊടുക്കാനും കൂടിയൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ടാണ് പറയാത്തത്. ഇതാണ് അടുത്തത്. അപ്പോൾ കൂടുതൽ എടുത്തേക്കുന്നത് നമ്മൾ കൂടുതലല്ല, എല്ലാം തന്നെ ടീഷർട്ടൊക്കെ എടുത്തേക്കണം. ഷർട്ടുകൾ എടുത്തിട്ടില്ല. കാരണം നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ട്രാവലിംഗ് ആയിരിക്കും നമ്മുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ഒത്തിരി സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്, റിലേറ്റീവ്സിൻ്റെ അടുത്തും അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ടൂറൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ, വരും വഴി പറയാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് യാത്രയ്ക്ക് വേണ്ട ഡ്രസ്സുകളാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ടീഷർട്ടാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ടീഷർട്ടിനോടാണ് ചേട്ടന് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ടീഷർട്ട് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇതാണ് അടുത്തത്, ഗ്രീൻ, പിസ്ത ഗ്രീൻ. എനിക്കുണ്ട് ഒരു ചുരിദാർ, പിസ്ത ചുരിദാർ. ഇത് ചേട്ടൻ എടുക്കണമെങ്കിൽ നമുക്ക് മാച്ചിങ് ആയിട്ടിടാം. അങ്ങനെയൊന്നും നോക്കാറില്ല. ചില സമയത്തൊക്കെ ഒത്തു വരാറുണ്ട്, ചില സമയത്ത് ഒരു മാച്ചിങ് ഉണ്ടാവാറില്ല. അതായത് അടുത്തത് ഇനി ഇതാ ഇങ്ങനെ വരണം. ആ ഗ്രീൻ എടുത്തതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് ഇത്. ഇതൊരു ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഇതിനെന്ത് കളർ പറയണേ, വയലറ്റ് കളർ. ഇത് നല്ലതാട്ടോ. ഇപ്പൊ ഞങ്ങൾക്കൂടെ ഭയങ്കര ചൂടാണല്ലോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത പോലത്തെ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കോട്ടൺ തുണികൾ കിട്ടുന്ന സമയമാണ് ഇപ്പോൾ. കോട്ടൺ ഡ്രസ്സുകളാണ് കൂടുതലും ഇപ്പോൾ കടയിലുള്ളത്. അപ്പോൾ പിന്നെ പാർട്ടി വെയറൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴാണ് അവർ സിൽക്ക് ടൈപ്പും വേറെ മോഡലുകളൊക്കെ കാണിക്കുന്നത്. കൂടുതലും
ഇങ്ങനത്തെ നോർമൽ യൂസിന് പറ്റിയ കോട്ടൺ ഡ്രസ്സുകളാണ്. അത് നല്ല പ്യുവർ കോട്ടൺ തന്നെ നമുക്ക് കിട്ടണം. അപ്പം അതുകൊണ്ട് കോട്ടൺ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇനി ചേട്ടൻ ഡിസൈഡ് ചെയ്യും ആർക്ക് ഏത് എന്ത് എന്നുള്ളതൊക്കെ. അത് ചേട്ടന് വിട്ടുകൊടുത്തിരിക്കണം ആ ഭാഗം. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് 5 വീട്ടിലിടാൻ ടീഷർട്ടുകൾ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ടീഷർട്ട് നോക്കിയപ്പോൾ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ. അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് 5 ഇടാനായിട്ട്. ഇതൊരെണ്ണം, പിന്നെ ഇതടുത്തത്. ഇതിൽ ഒരെണ്ണം എടുക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം ഫ്രീ ഉണ്ട്. ഇതൊന്നും അങ്ങനെ വലിയ റേറ്റ് ഉള്ളതല്ല കേട്ടോ. നമുക്ക് ക്യാഷ്വൽ വെയറിന് ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ 300 രൂപ. 300 രൂപയ്ക്ക് നമ്മൾ ഇത് ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ട്. അപ്പോൾ ഒത്തിരി എന്താ പറയുക, വില കുറവില്ലേ. പിന്നെ ഒരെണ്ണം നല്ല ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 5 പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാമെന്ന് ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ അവിടെ കിടക്കണ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. 5 കൂട്ടത്തിലുണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങളുടെ ഇഷ്ടത്തിൽ അങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ എംബ്രോയിഡറി ആയിട്ട്, ബാക്കി ഫുൾ പ്ലെയിൻ ആണ്. പിന്നെ കൈമയും ആ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവ്സും ഇവിടെ ഇങ്ങനെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമായ നിങ്ങൾക്ക്. ഇതിനകത്ത് ചേട്ടൻ്റെ ഒരു ടീഷർട്ട് കാണിക്കാൻ മറന്നുപോയി. ഏറ്റവും അടിയിൽ കിടക്കായിരുന്നു. ഇതാണ്. ഇത് കാണിക്കാൻ മറന്നുപോയായിരുന്നു. അപ്പം അങ്ങനെ ഇത്രയും ടീഷർട്ടുകളാണ് ഇന്നത്തെ ഷോപ്പിംഗ്. ഇതെടുത്ത് വന്നപ്പോഴേക്കും ഒരു നേരമായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ 5 ടീഷർട്ടിനെ പറ്റി ഓർമ്മ വന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ വേറൊരു ടോപ്പ് കണ്ടു. അപ്പോൾ അത് എടുത്തു. ഇതൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഈ നേരമായി. നല്ല ലേറ്റായി. ഇനി എനിക്ക് ഒത്തിരി ജോലികളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ എന്നാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്താമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഒരു ഐറ്റം കാണിച്ചില്ല. ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട്. ഇത് ചേട്ടന് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടൈറ്റാൻ സ്മാർട്ടിൻ്റെ സ്മാർട്ട് വാച്ച്. ഇത് ചേട്ടന് സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അഞ്ജലിയും ചേട്ടനൊക്കെ പോകാറുണ്ടല്ലോ സമ്മർ ക്യാമ്പിൽ സ്കൂൾ അടച്ച സമയത്ത്. അപ്പോൾ അവർക്ക് പല പല ഗെയിംസിൻ്റെ പ്രാക്ടീസ് കൊടുക്കണമായിരുന്നു, കോച്ചിങ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കൊടുത്തതിന് പ്രിൻസിപ്പാളച്ചന് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് ആട്ടോ. നല്ല അടിപൊളി വാച്ചാണ്. ചേട്ടൻ ഉപയോഗിക്കാൻ തുടങ്ങി. ചേട്ടന് ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ അത് ഓണാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. ടൈറ്റാൻ സ്മാർട്ട്. അതിൻ്റെ ഇതാണ് പാക്കറ്റ്. അതിനകത്ത് ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനൊരു ബോക്സ്. അടിപൊളിയാണ്. അപ്പം അച്ഛന് താങ്ക് യു. അപ്പോൾ അതിങ്ങനെ ടേബിളിൽ ഇരുന്ന് കണ്ടപ്പോൾ ഞാനിപ്പോൾ അതും കൂടെ ഓർത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് പുതിയതായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.